ഞാൻ സാബുമോനിലേക്ക് പോവുകയാണ്. ശ്രീ സാബുമോൻ, നമ്മൾ ഈ പറഞ്ഞ ഈ സുതാര്യതയെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, ഫെയർ ആയിട്ടാണോ അൺഫെയർ ആയിട്ടാണോ, ഫേവറിസം ഉണ്ട്, പാർഷ്യാലിറ്റി ഉണ്ട് എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ ക്രൂവിന്റെ പാർഷ്യാലിറ്റി അല്ലെങ്കിൽ അവരുടെ ആ ഒരു അവർ വിചാരിക്കുന്നത് പോലെ അല്ല പോകുന്നത്, അവർക്ക് ഇഷ്ടമുള്ള ആളുകളല്ല ജയിച്ച് കയറുന്നത് എന്നുണ്ടെങ്കിൽ അവർ വ്യക്തിപരമായി അല്ലെങ്കിൽ അവരെ ഡൗൺ ആക്കാൻ ശ്രമിക്കുക, അങ്ങനെ ഒരു വിഷയം ഇപ്പോൾ ഈ സീസണിലെ ഒരു കണ്ടസ്റ്റന്റുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. മെന്റലി ഡൗൺ ആക്കി പുറത്തേക്ക് വിട്ടു. സമാനമായ ഒരു സാഹചര്യം നേരത്തെ ഒരു 2 സീസൺ മുമ്പ് വിജയിയായ ഒരു ടൈറ്റിൽ വിന്നറായ ഒരു കണ്ടസ്റ്റന്റിന്റെ പേരിൽ ഉണ്ടായിരുന്നു. പക്ഷേ ആ വ്യക്തി ഡിപ്രഷനിലായി പോയതിനു ശേഷം 2 ദിവസം കഴിഞ്ഞ് വീണ്ടും തിരികെ കൊണ്ടുവന്നു. പക്ഷേ ഈ പറയുന്ന, ഞാൻ ഈ പർട്ടിക്കുലർലി പേര് മെൻഷൻ ചെയ്യാതെ പറയുന്ന കണ്ടസ്റ്റന്റ് താങ്കൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. അതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുന്നത് ഈ ഒരു വിഷയത്തിന്റെ തുടക്കത്തിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഇത്തരത്തിലൊരു ഫേവറിസം നടക്കുന്നുണ്ട്. ചില ആളുകളെ മനഃപൂർവ്വം പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട്. അതിനുവേണ്ടി മാനസികമായി അവരെ തകർക്കുന്നുണ്ട്. ഈ ഗുളിക നൽകി എന്നുള്ള വലിയ ആരോപണമൊക്കെ അവിടെ സൈഡിൽ നിൽക്കുന്നുമുണ്ട്. അതും കൂടി നിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? സത്യത്തിൽ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ അവിടെ താങ്കളുടെ അറിവിൽ? ഈ ചോദ്യം എന്ന് പറയുന്നത് പിന്നെ ഈ ഗെയിമിൻ്റെ നിയമം എന്താണ്? പ്രാഥമികമായിട്ട് ഈ ഗെയിമിൻ്റെ നിയമം എന്ന് പറയുന്നത് മാനസിക സംഘർഷങ്ങളെ അതിജീവിക്കുക എന്നാണ്. അതിജീവനം തന്നെയാണ് ഇതിലെ വിഷയം. അപ്പോൾ ഇപ്പം ഈ പറഞ്ഞ കണ്ടസ്റ്റന്റിനെ മാനസികമായി തളർത്തി പുറത്തു വിട്ടു എന്ന് പറഞ്ഞാൽ എന്തിനെ തളരാൻ പോയി എന്നുള്ളതാണ് കാര്യം. ഇപ്പം ഞാനുള്ള സീസണിലൊക്കെ എൻ്റെ നേർക്ക് ആകാശം ഇടിഞ്ഞ് തലയിലോട്ട് വീഴുന്ന സന്ദർഭങ്ങളുണ്ടായിട്ട്, അപ്പോൾ അതിനകത്ത് പിടിച്ചു നിൽക്കുക എന്നുള്ളതായിരുന്നു. പിടിച്ചു നിൽക്കാതെ പുറത്തു പോയിട്ട് വെളിയിൽ വന്നിട്ട് എന്നിൽ സമ്മർദ്ദം ചെലുത്തി പുറത്തു വിട്ടാണ്. ആ സമ്മർദ്ദത്തിൽ ഞാൻ ഡിപ്രഷനിലായിപ്പോയി എന്ന് പറയുമ്പോൾ അയാളൊരു വിന്നിങ് മെറ്റീരിയൽ അല്ലല്ലോ. അപ്പോൾ കാര്യം അങ്ങനെയുള്ള തളർത്തലുകളിൽ എന്തുകൊണ്ട് തളർന്നു എന്നുള്ള, തളരാതെ പിടിച്ചു നിൽക്കലാണ് ആ ഗെയിമിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം. അല്ലാതെ അതിനകത്ത് കായികപരമായിട്ടുള്ള സംഭവങ്ങളോ അങ്ങനെ ഒന്നും അല്ല അവിടെ വിലയിരുത്തപ്പെടുന്നത്. നിങ്ങൾ ഇത്തരം സംവിധാനങ്ങളെ എങ്ങനെ ഇപ്പം അഥവാ പർപ്പസ്ഫുള്ളി തളർത്താൻ ശ്രമിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. ഇപ്പം പറയുന്നൊരു സംഭവം എന്ന് പറയുന്നത് പിന്നെ അവതാരകനായ ലാലേട്ടൻ വന്നിട്ട് എന്തോ ഒരു കണ്ടസ്റ്റന്റിനെ വഴക്ക് പറഞ്ഞു. അപ്പോൾ അതിൽ ഭയങ്കര വിഷമമായിപ്പോയി, മാനസികമായിട്ട് തളർന്നു പോയെന്നാണ്. വഴക്കൊക്കെ ഞാൻ ഇഷ്ടം പോലെ കുട്ടക്കണക്കിന് വാരിക്കൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ അതിനെ അപഗ്രഥിച്ച് അതിൽ നിന്ന് അപ്പം ഗെയിം ചേഞ്ച് ചെയ്യണോ അല്ലെങ്കിൽ ഇനി ഇങ്ങനെ കാണിക്കരുതോ ഇനി ഇങ്ങനെ കാണിക്കണോ എന്നൊക്കെ അവിടെ എല്ലാവർക്കും വഴക്ക് കിട്ടാറുണ്ടല്ലോ. അപ്പൊ ഈ വഴക്ക് കിട്ടുന്ന സമയത്ത് ഈ അഖിൽമാരാർ പറഞ്ഞ വിഷയത്തിൽ അതുണ്ട്. തന്നെ അഖിൽമാരാർ സ്വയം തന്നെ എപ്പോഴും ടാർഗറ്റ് ചെയ്യുകയായിരുന്നു, അത്തരത്തിൽ താഴ്ത്താൻ ശ്രമിച്ചു, അതാണ് ഈ വഴക്കൊക്കെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഞാനതിനെ ഇപ്പം കുറച്ച് മുമ്പേ ശോഭ പറഞ്ഞെന്ന് പറഞ്ഞാൽ, ശോഭ പറയുന്നത് അഖിൽമാരാറിനെയാണ് അവർ സപ്പോർട്ട് ചെയ്തിരുന്നത്, ശോഭയാണ് മാനസികമായിട്ട് അവർ തളർത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. ഇപ്പം ഈ വഴക്ക് കേൾക്കുന്നത് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പിന്നെ അവിടെ വഴക്ക് കേട്ടിട്ടുള്ളത് എൻ്റെ സീസണിൽ ഞാനാണ്. കാര്യം പിന്നെ എങ്ങനെയൊക്കെ പോയാലും കറങ്ങി തിരിഞ്ഞ് എൻ്റെ അടുത്ത് വരുമായിരുന്നു. ഞാനത് വളരെ സിമ്പിളായിട്ട് എടുക്കുള്ളായിരുന്നു. വഴക്ക് പറയണമെന്നുള്ളത് അവരുടെ കാര്യം, എന്ത് ചെയ്യണമെന്നുള്ളത് എൻ്റെ തീരുമാനം എന്നുള്ളത്. അതാ ഞാൻ പറഞ്ഞത്, ഗെയിമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലൂടെ നോക്കുമ്പോൾ പിന്നെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തോന്നും ഇത് എന്നെ തളർത്താൻ വേണ്ടിയായിരിക്കും ഇത് ചെയ്യുന്നത് എന്ന്. പിന്നെ നമ്മളെ പ്രഷറിൽ ഇടാൻ പറ്റും. കാര്യം ആ ഗെയിമിൻ്റെ അതൊരു സൈക്കോളജിക്കൽ ഗെയിമാണ് ഈ പ്രോഗ്രാം. അപ്പോൾ അതിൽ അവർക്ക് ആ ഗെയിമിനെ ആക്ച്വലി ആ ഗെയിമിൻ്റെ ഒഴുക്കിനെ ഡിസൈൻ ചെയ്യാൻ പറ്റും. ആ ഒഴുക്കിനെ എന്താ പറയുന്നത്, വേറെ ആരെങ്കിലും ഇൻ്റർഫിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് സുന്ദരമായിട്ട് അത് പൊളിച്ച് കളയാൻ പറ്റും. അതുപോലെ ഉണ്ടാകുന്ന ഗ്രൂപ്പുകൾ അവർക്ക് തകർക്കാൻ കഴിയും. കാര്യം അതിന് ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്. അതിൽ ഗെയിം പ്ലേസ് ചെയ്ത് കൊടുക്കുന്നതിൽ, ടീം സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നതിൽ, ഒരാളെ വേണമെങ്കിൽ അവർക്ക് നല്ല നല്ല സാധനങ്ങൾ കൊടുത്ത് പുഷ് ചെയ്ത് മുകളിൽ കൊണ്ടുവരാം. എൻ്റെ സീസണിൽ ഒരു കണ്ടസ്റ്റൻറ്റിന് ഇഷ്ടം പോലെ പിന്നെ സമ്മാനങ്ങളും സംവിധാനങ്ങളും ഒക്കെ കിട്ടുമായിരുന്നു, തുടരെ എല്ലാ പ്രാവശ്യവും, മിക്കവാറും പ്രാവശ്യം പിന്നെ ഈ വീക്കെൻഡ് എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് പുകഴ്ത്തലുകളും പിന്നെ ഭയങ്കര നമുക്ക് തന്നെ തോന്നും ഇത് ഭയങ്കര സപ്പോർട്ടാണല്ലോ അവർക്ക് കിട്ടുന്നത്, അപ്പോൾ അവർ ചെയ്യുന്നതാണോ ശരി, ഞാനെന്തോ ഭയങ്കര തെറ്റുകാരനല്ലേ എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. കാരണം ശരി ചെയ്യുന്നവർക്കാണല്ലോ എപ്പോഴും പ്രോത്സാഹനവും
സപ്പോർട്ടും ഒക്കെ കിട്ടുന്നത്. അപ്പം വേറൊരു കണ്ടസ്റ്റന്റിനെ 1-2 കണ്ടസ്റ്റൻസിനെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്കൊക്കെ എപ്പോഴും വഴക്കാണ്. പക്ഷെ നമുക്കങ്ങനെ തോന്നും. പക്ഷെ ആ തോന്നലുകളെ അതിജീവിച്ച് മുമ്പോട്ട് പോകാന്നുള്ളതാണ് ആ ഗെയിം. അതിന്റെ ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മള് തുടക്കത്തിൽ ഇനി അഥവാ അവരങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെതിരെ പോരാടി ജയിച്ച് വെളി വരിക എന്നുള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞില്ല, ജഡ്ജിങ് പാനലിൽ നമ്മള് നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്യും. ആ ഒരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഫിൽറ്ററിംഗ് ആണ്. നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സബ്ജക്ട്സ് എടുത്തിടും, ടാബു ആയിട്ടുള്ള കാര്യങ്ങൾ, സൊസൈറ്റിയിൽ ടാബു ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യും. എന്നോട് പറഞ്ഞാൽ ഞാൻ ബോറിംഗ് പേഴ്സൺ, ലൈക്ക് എന്നെ പ്രൊവോക്ക് ചെയ്യാൻ പറഞ്ഞത് ഷോയിലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബോറിംഗ് പേഴ്സൺ ആവും, എനിക്ക് ഇപ്പൊ തന്നെ എനിക്ക് ഇത് ചെയ്യാൻ പറ്റും. അതായത് അങ്ങനത്തെ രീതിയിലാണ് നമ്മളെ താടി ചെയ്യുന്ന രീതിയിലുള്ള സംസാരമാണ്. അതിൽ നമ്മൾ എങ്ങനെ ഫൈറ്റ് ചെയ്ത് തിരിച്ച് പിടിച്ചു നിൽക്കും എന്നുള്ളത് ഒരു വലിയൊരു ഇത് തന്നെയാണ്. നമ്മുടെ മറുപടിയാണ് ഒരു എലിജിബിലിറ്റി ആയിട്ട് അവർ കണക്കാക്കുന്നത്, എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത്. എക്സാക്ട്ലി. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഷോയിൽ പല കാര്യങ്ങളും നമ്മളിപ്പം പറഞ്ഞില്ലേ, ഓരോരുത്തർക്ക് ഇമ്പോർട്ടൻസ് കിട്ടുന്നത് നമ്മൾ പെർഫോം ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് അതിനൊരു നമുക്ക് ഈ പറഞ്ഞ ഫോക്കസ് പോകുന്നത്. പക്ഷെ ചില കാര്യങ്ങൾ ഞാനൊരു കാര്യം ഞാൻ എടുത്തു പറയാം. അഖിൽ മാരാറിന്റെ എന്നെ ഏറ്റവും നെഗറ്റീവായിട്ട് കാണിച്ചു, ഞാൻ ഇപ്പോഴാണ് എപ്പിസോഡ്സ് കണ്ടു തുടങ്ങിയപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞ ഒരു ഇടയ്ക്ക് വില്ലത്തിയായിട്ട് ഞാൻ പോകുന്ന രീതിയിൽ എനിക്ക് തന്നെ തോന്നി. ബിക്കോസ് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യം എടുത്തിട്ടുണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞില്ല, അഖിൽ മാരാർ എന്തോ കൊല്ലത്തേക്കോ അങ്ങനെ എന്തോ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഉള്ള ഒരു ഇൻസിഡന്റ്, അത് ഞാൻ കളിക്ക് പറഞ്ഞൊരു കാര്യം. പക്ഷെ എന്നാൽ അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ ഷീച്ചുവിൻ്റെ അടുത്ത് പലതവണ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അത് 24 കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവുമായിരിക്കും. പലതവണ ഞാൻ ചോദിച്ചിട്ടുണ്ട്, അഖിൽ എപ്പോഴാണ് തിരിച്ചു വരണത്, എന്താണ് അവന് സംഭവിച്ചത്, ചേട്ടാ ചോദിക്ക്. അതൊന്നും ഇട്ടിട്ടില്ല. ഇടാണ്ട് കാണിച്ചിരിക്കുന്നത് ഈ ഒരു കാര്യമാണ്. എന്നിട്ട് ലാലേട്ടൻ നമ്മൾക്ക് പിന്നെയും നമുക്കൊരു ക്ലൂ കിട്ടുന്ന ഓഡിയൻസിന്റെ റെസ്പോൺസ് എന്താണെന്ന്, ലാലേട്ടൻ വന്ന് ആ സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കുമ്പോഴാണ്. ആ സമയത്ത് സബ്ജക്റ്റിനെ പറ്റി സംസാരിച്ചിട്ടില്ല, എനിക്ക് എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാനും പറ്റിയിട്ടില്ല. അത് ചോദിച്ചിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ സൈഡ് ക്ലിയർ ചെയ്യാൻ പറ്റുമായിരുന്നു. അതുപോലെ തന്നെ അത് ഞാൻ മനസ്സിലാക്കുന്ന എപ്പോഴാണെന്നറിയോ, ഗ്രാൻഡ് ഫിനാലയ്ക്ക് തൊട്ട് മുമ്പേ ഷീച്ചേട്ടൻ എന്നോട് പറയാണ്, നീ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞില്ല, അത് പുറത്ത് കത്തിയിട്ടുണ്ട്, അത് നിനക്ക്. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ ബാത്റൂമിൽ പോയി ഞാൻ വിഷമിച്ച് ഞാൻ കരഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ പല ഇൻസിഡൻസും വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ ഓരോരുത്തരെ ഓരോ ആംഗിളിലൂടെയും ഓരോ ഇതിലൂടെ എന്നിട്ട് നമ്മൾ എങ്ങനെ അവിടെ പിടിച്ചു നിന്ന് നമ്മൾ പുറത്തേക്ക് വരുന്നു എന്നുള്ള ഒരു കാര്യം, അതൊരു ഭയങ്കര സ്ട്രോങ് ഒരു വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ബിഗ് ബോസ് എന്ന് പറയുന്നത്. ഈ വീക്കെൻഡ്